വിനു കിരിയത്ത് നമുക്കൊപ്പം ചേരുന്നു, സംവിധായകൻ വിനു കിരിയത്ത്. ശ്രീ വിനു കിരിയത്ത്, സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം അതെല്ലാ പരിധികളും വിട്ട് പരസ്യമാക്കപ്പെടുകയാണ്. രണ്ട് നടന്മാരാണ് ഏറ്റവും ആരോപണ വിധേയരായെങ്കിൽ ഇപ്പോൾ പ്രധാന സംവിധായകർ തന്നെ ഇതിൽ കുടുങ്ങുന്നു. മുമ്പും നമ്മളൊക്കെ സംസാരിക്കാറുള്ള വിഷയം തന്നെയാണ്. ഈ ഘട്ടത്തിലെങ്കിലും സിനിമയിലെ മുൻനിര താരങ്ങളൊന്ന് പ്രതികരിച്ച് കാണണ്ടേ? ഇവിടെ ഷൈൻ ചാക്കോ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം കുറെ പേരുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാവരെയും അറിയാമായിരുന്നു. അത് താരങ്ങളുടെ പുറക്കെയാണല്ലോ നമ്മൾ എപ്പോഴും പോയത്. അല്ല, ടെക്നീഷ്യൻസും ഉണ്ടെന്ന് ഇപ്പൊ തെളിഞ്ഞു. നല്ല രണ്ട് സംവിധായകരാണ്. പക്ഷെ എന്ത് പറ്റി അവർക്കെന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഇതിപ്പോ സംഘടന സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. എത്ര നാളത്തേക്ക്? അടുത്ത സിനിമ തുടങ്ങുന്നവരെയോ? അങ്ങനെയൊന്നുമല്ല, ഉചിതമായ തീരുമാനമെടുക്കണം. കാരണം ഇത് ഒരു അവരുടെ ആരോഗ്യവും പോകുന്നതല്ല, ഒരു ഇൻഡസ്ട്രിക്ക് ഇത് വളരെ നാണക്കേടുണ്ടാക്കുന്നു, ഒരു തലമുറ നശിക്കുന്നു. അതുകൊണ്ട് അതിന് ശക്തമായ നടപടി എടുക്കണം. പിന്നെ അതുപോലെ എനിക്ക് പ്രധാനപ്പെട്ട ഈ ക്വാണ്ടിറ്റി നോക്കിയിട്ടാവരുത് ജാമ്യം കൊടുക്കുന്ന ശിക്ഷയും. ഇപ്പൊ 1 ഗ്രാം ഉപയോഗിച്ചാലും 100 ഗ്രാം ഉപയോഗിച്ചാലും എന്തിനാണ് ഇത്? എവിടുത്തെ നിയമമാണിത്? അവർ ഉപയോഗിക്കുന്നുള്ള തെളിഞ്ഞു അല്ലേ? അപ്പൊ അവരുടെ കയ്യിൽ ആ നിമിഷം പിടിക്കപ്പെടുന്നതിന് മാത്രം ശിക്ഷിക്കുന്ന നിയമങ്ങളൊക്കെ എടുത്ത് കളയണം. അതുപോലെ ഫ്ളാറ്റുകൾ, നമുക്ക് റെസിഡൻസ് അസോസിയേഷൻ ഉള്ളതുപോലെ ഫ്ളാറ്റുകളിലും എനിക്കൊന്ന് അസോസിയേഷൻ ഉണ്ട്, സെക്രട്ടറി. അത്തരക്കാരെയൊക്കെ ഫ്ളാറ്റുകളിൽ നിന്ന് പുറത്താക്കുക. ശക്തമായ നടപടി എല്ലാവരും കൂടി, ഇത് ജനങ്ങളും കൂടെ ഒരുമിച്ച് നിന്നല്ല, അല്ലാതെ സർക്കാരിനോ പോലീസിനോ മാത്രം ചെയ്യാവുന്ന കാര്യമൊന്നുമല്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് ചെയ്തില്ലെങ്കിൽ ഇത് വലിയ വിപത്താണിത്. ഇവരെ സസ്പെൻഡ് ചെയ്താൽ പോരാ എന്നുള്ളത് തന്നെയാണ് എന്റെയും അതിശക്തമായ അഭിപ്രായം. ബാക്കി സംഘടനകളിൽ ഇരിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടെങ്കിൽ പോലും ഇത് വളരെ കഷ്ടമാണ്. സസ്പെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇവർക്ക് എന്താ, ശമ്പളം കിട്ടുന്ന ജോലിക്കാരല്ലല്ലോ ഇവർ. ഒരു സിനിമ ചെയ്യുമ്പോഴുള്ള റെമ്യൂണറേഷൻ മേടിക്കും. മാസ ശമ്പളക്കാരല്ലാത്തതുകൊണ്ട് സസ്പെൻഡ് ചെയ്തിട്ട് എന്താ പ്രയോജനം? അടുത്ത സിനിമ തുടങ്ങാൻ ഒരു 6 മാസമെങ്കിൽ 6 മാസം വരെ സസ്പെൻഷൻ തീരുമാനിച്ചാൽ മതിയോ? അങ്ങനെയല്ല, ഒരു ഇത്ര വർഷത്തേക്ക് അതിൽ നിന്നും മാറ്റി നിർത്തണം. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ എല്ലാ സംഘടനകളും കൂടെ എടുക്കണം. പിന്നെ നിർമ്മാതാക്കൾ തീരുമാനിക്കണം, ഇത്രക്കാരെ വെച്ച് സിനിമ എടുക്കില്ല, അതും തീരുമാനിക്കണം. പ്രേക്ഷകർ തീരുമാനിക്കണം, ഇത്രക്കാരുടെ സിനിമ കാണില്ല. കാരണം ഇല്ലെങ്കിൽ ഇതൊരു സമൂഹ വിപത്താണ്, രാജ്യത്തിന് തന്നെ വിപത്താണിത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നതിനെ കുറിച്ച് നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല ലഹരി. പട്ടിണിയായി പോകും രാജ്യം. യുവത്വം നഷ്ടപ്പെട്ടാൽ എല്ലാം തീർന്നില്ലേ? ജോലി ചെയ്യാൻ ആരോഗ്യം ഇല്ലെങ്കിൽ എന്ത് പറ്റും നമ്മുടെ നാടിന്? ഇവര് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇത് അടുത്ത തലമുറയിലേക്ക് ഇവർ പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സിനിമാക്കാരനായിട്ടല്ല സംസാരിക്കുന്നത്. ഞാനൊരു മലയാളി. കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇത് ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഈ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇത്ര ഗ്രാമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കോടതി അവർക്ക് ജാമ്യം കൊടുക്കുകയാണ്. അതേ കോടതിക്ക് പറ്റുള്ളൂ. പക്ഷെ ആ നിയമങ്ങൾ മാറ്റണം. ലഹരി ഉപയോഗിക്കുന്നവർ ശിക്ഷിക്കപ്പെടണം, വിൽക്കുന്നവരും ശിക്ഷിക്കപ്പെടണം, പ്രധാന കണ്ണികളെ കണ്ടെത്തണം. ഇനി ഇത്രയും പേരെയല്ലേ പിടിച്ചോളൂ? ഇത്രയും പേരൊന്നുമല്ല സിനിമയില്. നേരത്തെ ബൈജു കൊട്ടാരക്കര ആരോ പറയുന്ന പോലെ എവിടുന്നാണ് ഈ സോഴ്സ് ഓഫ് ഇൻകം സിനിമ നിർമ്മിക്കുന്നവരുടെ? അവരുടെ സിനിമകളിൽ ഇത്തരക്കാർ തന്നെയാണ് എല്ലാ രംഗത്തും വരുന്നത്. സംവിധായകനായാലും തിരക്കഥാകൃത്തായാലും ഗാനരചയിതാവും അഭിനയിക്കുന്നത് എല്ലാം ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാകുമ്പോ ടോട്ടലി ഒന്ന് നല്ലതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായി സംഘടനകൾ ഇടപെടണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വളരെ സംഘടന നാണക്കേട് സിനിമയ്ക്ക്. അതെ അതെ. വിനുക്കിരിയത്ത്, നമുക്കറിയാം അന്വേഷണ ഏജൻസികൾക്ക് ചില നിയമ തടസ്സങ്ങളും പരിശോധനയ്ക്ക് ചില പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ അതിനപ്പുറം സമൂഹത്തിൽ നിരോധിത വസ്തു ആരുപയോഗിച്ചാലും അത് തെറ്റാണ്. അത് സിനിമാ മേഖലയിലോ മറ്റു ആരായാലും സിനിമയ്ക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇക്കാര്യത്തിൽ നൽകിയിട്ടുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിടയിൽ തന്നെ ഇത്തരം ആൾക്കാർ വേണ്ട, ഇത്തരം ആൾക്കാരുടെ ചിത്രത്തിൽ ഞാൻ അഭിനയിക്കില്ല, അല്ലെങ്കിൽ ഇത്തരം ഉപയോഗിക്കുന്നവരുടെ ആളുകളെ എൻ്റെ സിനിമയിൽ ഞാൻ സഹകരിപ്പിക്കില്ല എന്ന നിലപാട് അവിടെയുള്ളവർ തന്നെ സ്വീകരിക്കുക ആണല്ലോ ഏറ്റവും ഉചിതം. എന്തുകൊണ്ടാണ് ഇത്രയധികം പഴി കേട്ടിട്ടും ഈ സിനിമയിലെ, നമുക്കറിയാം മലയാള സിനിമ എന്ന് പറയുമ്പോൾ ടെക്നീഷ്യൻസ് അതിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും അതിൻ്റെ മുൻനിര, അതിൻ്റെ താരങ്ങളും അവരുടെ ഒരു വർണ്ണപ്പകിട്ടുമാണല്ലോ. അപ്പോൾ സമൂഹത്തിൽ സ്വാധീനമുള്ള അത്തരം ആൾക്കാർ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുത്ത് ഈ ഘട്ടത്തെങ്കിലും പരസ്യമായി മുന്നോട്ട് വരാൻ തയ്യാറാവുന്നില്ല? അത് വളരെ ഖേദകരമല്ലേ? നോക്കൂ, വാറ്റുകാരെ ഉണ്ടാക്കണവൻ പറഞ്ഞുകൊണ്ട് നടക്കുവോ ഹാനികരമാണെന്ന്? ഇല്ല എന്ന് പറഞ്ഞ പോലെ അതാണ് നേരത്തെ ബൈജു കൊട്ടാരക്കര പറഞ്ഞത്. ഇത്തരം പൈസ എവിടുന്ന് വരുന്നു ഈ സിനിമകൾ നിർമ്മിക്കാൻ? എത്രയോ കോടികൾ നഷ്ടമുണ്ടായിട്ടും വീണ്ടും വീണ്ടും സിനിമകൾ ഇത്രക്കാരുടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓടുന്നുണ്ടോ ഇല്ലയോ, കണക്കോ ഒന്നും അറിയാനും പറ്റുന്നില്ല. ഇനിയും 450 പടങ്ങൾ ഇറങ്ങാൻ കിടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരാൾ, ബാക്കി എല്ലാത്തിനും കണക്ക് വേണം. നമ്മളൊരു ഹോട്ടൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്ര ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മളത് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ സോഴ്സ് ഓഫ് ഇൻകം നിർമ്മാതാവ് കാണിക്കാനുള്ള ഒരു നിയമമൊക്കെ കൊണ്ടുവരണമെന്നേ. പടം എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അയാളുടെ പടം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ
രജിസ്റ്റർ ചെയ്യുമ്പോൾ, ചേംബറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അയാളുടെ സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ അന്വേഷിക്കണം. ഇത് വളരെ നിയമങ്ങൾ കുറെ മാറേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയാണ്. നമ്മൾ എവിടെ പിടിച്ചാലും ഇത് എവിടെ കൊണ്ടുപോകുന്നു ചോദിച്ചാൽ കേരളത്തിലേക്ക് എന്ന് പറയുന്ന അവസ്ഥയ്ക്കെത്തി. സ്കൂൾ കുട്ടികൾ വരെ നോക്കൂ, 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർ വരെ ലഹരി ഉപയോഗിക്കുന്നത്. ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ഇത് തമാശ ആയിട്ട് എടുക്കരുത്. ഇത് തമാശ സിനിമ ചെയ്ത സംവിധാനം ഉണ്ടെന്നു. ഇത് സിനിമ പോലെ ജീവിതം തമാശ ആക്കരുതാരും. രണ്ടും രണ്ടാണ്, ജീവിതവും ഇതും. ഇത് വളരെ എന്റെ അഭിപ്രായത്തിൽ എല്ലാ സംഘടനകളും സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കണമെന്ന് ഞാൻ അവരോടും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ വലിയ വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? എത്ര എണ്ണമായി? ഇനിയും പിടിക്കപ്പെടാത്ത എത്ര പേരുണ്ട്? നമ്മൾ പിടിച്ചവരെ മാത്രമേ അറിയുന്നുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, സിനിമാ മേഖലയിലല്ല എല്ലാ മേഖലയിലും ഉണ്ടെന്ന്. പക്ഷെ വ്യത്യാസമുണ്ട്. സിനിമാ മേഖലയിലുള്ളവരെ പെട്ടെന്ന് അനുകരിക്കാൻ മറ്റുള്ളവർ തയ്യാറാകും. അത് താരങ്ങൾ ചെയ്യുന്നത് അതുപോലെ കാണിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. സോ അവരാണ് ആദ്യം ഇതിന് ഒരു തടയിടേണ്ടത്, ഇല്ലേ? സിനിമാ മേഖലയിൽ ഇത്തരക്കാരെ വിൻസി പറഞ്ഞ പോലെ അവരുമായി സഹകരിക്കേണ്ടതെന്ന് എല്ലാവരും തീരുമാനിക്കണം. ഇല്ലെങ്കിൽ ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. വളരെ എന്തായാലും ഇത് വലിയ ചർച്ചകൾ ഉണ്ടാവട്ടെ. ചർച്ചകൾ വേണം. ചർച്ചകളിലൂടെ തിരുത്തപ്പെടണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി വിനു കിരിയത്ത്.